ഹായ് പറയും. ഗൈസ് ഗുഡ് മോർണിംഗ് പറഞ്ഞ. ഇന്നത്തെ വീഡിയോ എന്താ? ഇറ്റ്സ് മീ സ്വാതി എന്ന് പറഞ്ഞ കുട്ടി ഏതായിരുന്നു അപ്പൂസിന്റെ ഒരു റെഡ് ഉടുപ്പിട്ടിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ കുട്ടി പറഞ്ഞിരുന്നു ചേച്ചി അപ്പൂസിന് ആ സെയിം ഡ്രസ്സിലിട്ടിട്ടൊരു വീഡിയോ എടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സെയിം ഡ്രസ്സ് ബുധനാഴ്ച ചെയ്യാട്ടോ. കാരണം ഇന്ന് അപ്പൂസിന് യൂണിഫോം കിട്ടിയിട്ട് ഫസ്റ്റ് ഡേ യൂണിഫോം ഇടുകയാണ് കേട്ടോ. അപ്പൊ യൂണിഫോം ഇടുന്ന വീഡിയോ ഇട്ടാലോ? ഓക്കെ, കുളിച്ചിട്ട് വരാം. ആദ്യം കുളിച്ചിട്ട് വരാം കേട്ടോ. അപ്പൂസിന് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൂസിന് ഒരു ചോദ്യം ഉണ്ടോ, നമ്മളെ മൂക്ക് കടിക്കാൻ പറ്റുമോന്ന്? പറ്റില്ല. അപ്പൂന് പറ്റുമോ? അപ്പൂ നോക്കി. എങ്ങനെ എങ്ങനെയാക്കാൻ പറ്റും? അമ്മയ്ക്കാക്കാൻ പറ്റും. അപ്പൂനാക്കാൻ പറ്റുമോ നോക്കട്ടെ ആദ്യം. അത് പറ്റുന്നില്ലല്ലോ പറ്റിയല്ല പറ്റിയല്ലോ. അമ്മയ്ക്കാക്കാൻ പറ്റിയല്ലോ. അപ്പന് പറ്റിയ. ഇനി അപ്പൂസിന് രാവിലെ പാല് കുടിക്കും. കാരണം എന്താ? അപ്പൂസിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി മാത്രമേ കഴിച്ചിട്ടുള്ളൂ. കണ്ണം ബേബി അച്ചക്കുട്ടനൊപ്പം ഇരിക്കാൻ കേട്ടോ. ഇനി ഞങ്ങള് പാല് കുടിച്ചു കഴിഞ്ഞ് നാമം ചൊല്ലും. നാമം ചൊല്ലിയിട്ട് വിളക്ക് കൊളുത്തിട്ടുണ്ട് കേട്ടോ ഓൾറെഡി. അപ്പൊ നാമൊക്കെ ചൊല്ലി യൂണിഫോം ഇടും അല്ലേ? ഒരു യൂണിഫോമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഒരു യൂണിഫോം ഇന്ന് അവിടെ പോയിട്ട് പറയണം, ഈ യൂണിഫോം ഓക്കെയാണ് ചേട്ടാ, അടുത്ത കുഞ്ഞിക്കോളൂ എന്ന് പറയണം. ജിംബുവിന്റെ ട്യൂഷന്റെ ക്ലാസ്സിന്റെ നേരെ താഴെയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ വൈകുന്നേരം ട്യൂഷന് പോകുന്ന സമയത്ത് ചേട്ടനോട് പറയണം, അല്ല അപ്പൂസ യൂണിഫോം ഓക്കെയാണ് ചേട്ടാ, ഇച്ചിരി ലൂസ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ലല്ലോ. ബ്ലൂം ബ്ലൂം അപ്പൂസം കറിയൊന്നും കൂട്ടി ചപ്പാത്തി കഴിച്ചില്ലല്ലോ. അങ്ങനെ പറഞ്ഞത്. ബ്ലൂം ബ്ലൂം കുടിച്ച എങ്ങനെ വാമി പാല് കുടിക്കുക ഫുള്ള്. വാമി പാല് കുടിക്കണം നോക്കി എങ്ങനെയാണെന്നറിയോ? ഇനി വായൊക്കെ കഴുകി ദൈവത്തിനൊക്കെ പ്രാർത്ഥിച്ചിട്ട് റെഡിയാവും. സമയായി. എന്താ അതെന്താ അങ്ങനെ? മഹാകായം കട്ടകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. നമോ നാരായണി നമോസ്തുതേ. പ്രാർത്ഥിക്കും. ശിവന്റെ അമ്മയ്ക്ക് ഭാവുണ്ടാന്ന്. ശിവചേച്ചിനൊക്കെ അമ്മ മരിച്ചു വിട്ട് എത്ര കാലായെന്നറിയോ? ഓക്കെ. ന്യൂസ് പേപ്പർ വായിക്കണോ? വീഡിയോ അവിടെ. അയ്യോ അപ്പൊ
ഇവിടേക്ക് പറഞ്ഞില്ല. വാ രക്ഷ. ഇതിന്റെ ബട്ടൺസ് ഇടാൻ അപ്പൂനെ പറ്റില്ല കേട്ടോ. ബട്ടൺസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് സമയം ഒന്ന് തല പൊക്കി പിടിക്കും, സമയം ഒത്തിരി വൈകും കേട്ടോ. എന്താണ് സാധിക്കില്ല? അത് ശരിയാ. കാരണം അപ്പു ബട്ടണൊക്കെ ഇടുമ്പോ ഒത്തിരി ലേറ്റ് ആവില്ലേ? അതിന് ബട്ടൺ ഇല്ല. ഇനി അനിയ ഇതിട്ടോ. യൂണിഫോം ഇട്ടപ്പോഴോ? അമ്മമ്മക്ക് കാണിച്ചെടുത്തേ ഉടുപ്പിട്ടത്. എന്തിനാ സ്കൂളിൽ പോണ ബ്രദറിന് ഇങ്ങനെ എന്നിട്ട് ഉറക്കുവോ? എന്താ പറയാ, ഞാൻ പോയി കഴിഞ്ഞപ്പോ വരില്ലല്ലോ. യൂണിഫോം അല്ല ഡ്രസ് സ്കൂളിൽ ചേർക്കണ്ടേ? അവിടെ അല്ലേ അവിടെ തിരിയോ? ഇപ്പൊ അങ്ങനെ കഴിച്ചോ. അവിടെ ഇരിക്കോ 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 ഇരിക്കോ. ഇനി ഒതുങ്ങിയിരിക്കണം. ഒതുങ്ങിയിരുന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ അപ്പൂസനെ മുടി കെട്ടിട്ട് പോകാൻ പറ്റില്ല. ഓക്കെ? അല്ലെങ്കിൽ എല്ലാവരും മുടി ഈ കുട്ടിയൊക്കെ മുടി കെട്ടിട്ടല്ലേ വരിക അല്ലേ? അപ്പൂസന് സങ്കടാവും അല്ലേ? സങ്കടാവും. എത്ര സങ്കടം വരും? അപ്പൊ ഒരു ക്ലാസ്സിൽ എല്ലാ കുട്ടികളും മുടി കെട്ടില്ലേ? ഒരു കുട്ടി ഈ കുട്ടിക്കൊന്നും മുടി ഇല്ലല്ലോ കെട്ടാനായിട്ട്. അവിടെ ഹെയർ ബാൻഡ് ഇടുള്ളൂ അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ക്ലാസ്സിൽ വരുമ്പോ കൊണ്ടാക്കുന്നത് കാണാറുണ്ടല്ലോ. ആ കുട്ടി ഹെയർ ബാൻഡ് ഇടാറില്ല. അപ്പൂനെ ഹെയർ ബാൻഡ് ഇട്ട് കഴിഞ്ഞാൽ അപ്പൂ വയറുമ്മില് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ പൊട്ടിക്കില്ലേ? ഹെയർ ബാൻഡോ? ഇത് കേട് വരുത്തി കഴിഞ്ഞാൽ അപ്പൊ അമ്മ എന്ത് ചെയ്യണം? നാളെ തന്നു വിടുള്ളൂ. കേട് വരുത്താതെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അമ്മ നാളെ പോകുമ്പോൾ തരാം. അങ്ങനെ ആയല്ലോ. പിന്നെ നല്ല കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ തരാതിരിക്കുവോ?
അയ്യോ അമ്മയ്ക്ക് അമ്മയ്ക്ക് പറ്റില്ല അങ്ങനെ ചാടി ചാടി പോവാം. അമ്മ കുഞ്ഞു ബേബി അല്ലല്ലോ അപ്പൂന്റെ പോലെ. അപ്പൊ എന്തെങ്കിലും തല ചൊറിയണേ? കാണുള്ളൂ, ഇങ്ങടെ ആക്കണമെന്നാലേ കാണുള്ളൂ. അവിടെ കുറച്ച് വലുതായി. ഇതാണ് അപ്പൊ നേരെ ഇരുന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ അപ്പൊന്റെ മുടിയിട്ട് കറക്റ്റാണ്. നേരെ ഇരിക്കും അപ്പൊ നേരെ ഇരിക്കും. അപ്പൊ നേരെ ഇരുന്നിട്ടില്ലെങ്കിൽ അപ്പന്റെ മുടി നേരെ ആയോ ഇല്ലെന്ന് നമുക്ക് കാണാൻ പറ്റില്ല. ലാസ്റ്റ് നമ്മൾ ഇറങ്ങണ നേരത്ത് മുടി അലമ്പായാലേ നേരെ വെക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി എന്റെ കുഞ്ഞു കട്ട് ചെയ്യാം അല്ലേ? ഇപ്പൊ നല്ലതല്ല. അമ്മ അടുത്തടുത്ത് പോകാം. ഓക്കെ, നീ പൊരിക്ക് എഴുതണ്ടേ? നേരെ നോണേ, പൊരിക്ക് നേരെ വെച്ചിട്ടോ. നേരെ ഇരിക്കേ അറിയാമ്മ. എല്ലാവരുടെ പുരികൊക്കെ നല്ല ഭംഗിയിൽ വരും. അപ്പൂന്റെ പുരികം കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ലേ? കേട് വന്നാൽ പിന്നെ ഞാൻ ആക്കില്ല കേട്ടോ. നാളെ തൊട്ട് അമ്മ ആക്കി തരില്ല. സുന്ദരി കുട്ടിയായി ഇരുന്ന് കഴിഞ്ഞാൽ അട അപ്പൊ ഇഷ്ടല്ലേ പുരി വേദനത്? ഭംഗിയായനൊക്കെ ഇങ്ങനെ കടിപ്പുറത്ത് അത്തിപ്പത്ത് മൊത്തകളിത്തു പത്തെണ്ണം കുഞ്ഞിക്കാലുകൾ കാണാനായി കാത്തിരുന്നു കിളി. കുഞ്ഞിക്കാലുകൾ കാണാനാ കാത്തിരുന്നു കിളിയമ്മ. അത്തം മുത്തുക എല്ലാം പൊത്ത് വീട്ടു തിത്തിട്ടേ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചുണ്ടല്ലോ പെൺകിളികൾ. 6 7 8 9 10 പെൺകിളികൾ. ആരോട്? അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സ്വാതി താങ്ക് യു സോ മച്ച് ഒരു വീഡിയോ സജഷൻ തന്നതിന്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പിന്നെ കാണാം.